ഭാരതം ഒരു ജിഹാദി സ്റ്റേറ്റ് ആണ്, ഇവിടെ മതം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ കരയുന്ന സംഘികൾ ഇങ്ങോട്ടൊന്ന് നോക്കുക. രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ന് മുസ്ലിങ്ങളുടെ പിന്തുണ VD സതീശനാണ്, ഷാഫി പറമ്പിലിനല്ല. ഇതുകൂടിയാണ് കേരളം. ഭരണം കിട്ടിയിട്ടും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും VD സതീശന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ല. ഇവിടെ യഥാർത്ഥ വില്ലൻ KC വേണുഗോപാലാണോ അതോ ഷാഫി പറമ്പിലാണോ? അല്ല, അല്ല. അവരൊക്കെ ചെറിയ വില്ലന്മാരാണ്, അല്ലെങ്കിൽ സംവിധായകന്റെ തിരക്കഥയ്ക്കനുസരിച്ച് വില്ലൻ വേഷങ്ങളൊക്കെ കെട്ടിയാടുന്ന കോമാളി കഥാപാത്രങ്ങൾ മാത്രമാണ് അവർ. റിയൽ വില്ലൻ ആരാണ്? യഥാർത്ഥ വില്ലൻ അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ നെഞ്ചേറ്റിയ ഒരു ജനതയ്ക്ക് അദ്ദേഹത്തെ വില്ലൻ സ്ഥാനത്ത് കാണാൻ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കുറ്റം പറയാൻ, യാഥാർത്ഥ്യം അംഗീകരിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് താഴെയുള്ള സകലരെയും കുറ്റം പറഞ്ഞ് കാടും പടർപ്പും ഒക്കെ തല്ലിക്കൊണ്ട് ഈ വിഷയത്തെ നേരിടുകയാണ്. ഈ വിഷയത്തെ യാഥാർത്ഥ്യബോധത്തോടെ ധാർമ്മിക സത്യസന്ധതയോടെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ ഞാനിന്ന്. അവനവന് സുഖിക്കുന്ന കള്ളത്തരങ്ങളിൽ മാത്രം അഭിരമിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ നിന്നും വീഡിയോ നിർത്തിപ്പോവാം. നിങ്ങളിത് കാണണമെന്നില്ല. സത്യമറിയേണ്ടവർ, ധാർമ്മിക ധൈര്യമുള്ളവർ മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതി. സതീശന് വേണ്ടി നടന്ന ജാഥകൾ, ഫ്ലെക്സുകൾ, പ്രതിഷേധങ്ങൾ ഒക്കെ വ്യാജമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിലയിരുത്തൽ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നായിരിക്കും രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടായത്? ഒരു സംശയവുമില്ല. ആദ്യത്തെ കാരണം കേരളത്തിലെ KC വേണുഗോപാൽ അനുകൂല നേതാക്കളായ ഷാഫി പറമ്പിൽ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുത്ത കഥയാണിത്. രണ്ടെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി VD സതീശൻ സഖ്യമുണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ മുതൽ, വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം അപകരവൽക്കരണം നടത്തുമ്പോൾ അതിനെ സതീശൻ പരസ്യമായി എതിർക്കാൻ തുടങ്ങുമ്പോൾ മുതൽ, മുസ്ലിം ലീഗും സതീശനുമായി നല്ല ബന്ധമുണ്ടാകുമ്പോൾ മുതൽ സതീശന്റെ പോരാട്ടങ്ങളിൽ മുഴുവൻ മുസ്ലിങ്ങൾ മുന്നണി പോരാളികളായി നിറയുന്ന ഒരു കാഴ്ച റിയൽ ആയിരുന്നു അത്. ലീഗുകാരാണ് കോൺഗ്രസ്സുകാരേക്കാൾ സോഷ്യൽ മീഡിയയിലും ഗ്രൗണ്ടിലും സതീശിന് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയും ഇലക്ഷന് വേണ്ടിയും ഇവിടെ പണിയെടുത്തത്. അത് വർഗീയത കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല, പറയുകയുമില്ല. മുസ്ലിം അപരവൽക്കരണവും വിദ്വേഷ പ്രചാരണവുമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥ. അതിൽ അവരെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടും അവർക്ക് സ്നേഹമാണ്. അതിലുപരി അവർ ആ സംരക്ഷണത്തിൽ ആശ്വാസം അനുഭവിക്കുന്നുണ്ട്. അതിനാൽ ഒരു പ്രസ്താവനയെങ്കിലും വർഗീയവാദികൾക്കെതിരെ ഇറക്കുന്ന ആളുകളോട് അവർ ആജീവനാന്തകാലം ചേർന്ന് നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയാണ്. അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സതീശൻ യുദ്ധത്തിൽ സതീശന് കിട്ടുന്ന മുസ്ലിം പിന്തുണ, ലീഗ് പിന്തുണ വളരെ വലുതാണ്. സ്വാഭാവികമായും സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോഴും അതിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയവരിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, ഒന്നും തോന്നരുത്, രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ പുള്ളിയെ BJPക്കാർ ജിഹാദി എന്ന് വിളിക്കുന്നതിൽ വലിയ ഭയവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ട്. എങ്കിലും അഭയം തേടി മലപ്പുറത്ത് തന്നെയാണ് ഈ രണ്ടുപേരും ഓടി വന്നതെന്ന് നമ്മൾ മറക്കുകയും ചെയ്യരുത്. രാഹുലും പ്രിയങ്കയും മത്സരിക്കുമ്പോൾ, റാലികൾ നടത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടിയെപ്പോലും രാഹുലിന് പേടിയാണ്. രാഹുൽ ഗാന്ധി മുസ്ലിം വിരുദ്ധനല്ല, മതേതരവാദിയാണ്, മുസ്ലിങ്ങളെ വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ സംഘപരിവാറിന്റെ ചാപ്പയടി കെണിയിൽ അദ്ദേഹം വീണുപോയിട്ടുണ്ട്. അതിനാൽ സതീശനൊപ്പം അണിനിരന്ന ആളുകളെ കണ്ട് അദ്ദേഹം ഭയപ്പെട്ടു പോയിട്ടുണ്ട്. കൂടാതെ ദേശീയ തലത്തിൽ കേരളത്തിൽ ജിഹാദികൾ ഭരണം പിടിച്ചു എന്ന വ്യാപക പ്രചാരണം നടക്കുകയാണ്. 102 പേര് ജയിച്ചതിലെ ജാതി മതം തിരിച്ച കണക്കുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിനൊപ്പം മുസ്ലിം ലീഗ് സതീശനെ പിന്തുണയ്ക്കുന്നു. MSFന്റെ കുട്ടികൾ സതീശനായി ഡൽഹിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു. ഒക്കെ കൂടി രാഹുൽ ഗാന്ധിയെ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇതുപോലെ പല സ്റ്റേറ്റിലും പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടും പല മുസ്ലിം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അദ്ദേഹം ഭയക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചരിത്രം ആവർത്തിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഭയന്നിരിക്കുന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. ഇത് മാത്രമല്ല കാരണം, ബാക്കി കാരണങ്ങൾ വഴിയേ പറയാം. ഡൽഹിയിൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും സതീശനെയും ചർച്ചയ്ക്ക് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 3 പേരും കൂടി ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കാണുന്ന ഒരു ദൃശ്യത്തിൽ സതീശന് ഒരു വിജയിയുടെ ശരീരഭാഷ, മുഖത്ത് ചിരി, താരതമ്യേന റിലാക്സ്ഡ് ആയ പെരുമാറ്റമൊക്കെ ആയിരുന്നേ. അന്ന് ആ ഭാവം കണ്ട് പലരും ഇനി സതീശനായിരിക്കുമോ മുഖ്യമന്ത്രി എന്നുവരെ ചിന്തിച്ചു. ഈ കോൺഫിഡൻസ് കണ്ടിട്ട് ആ ഭാവത്തിന്റെ അർത്ഥം എന്തായിരുന്നു എന്ന് ഓർത്തു നോക്കൂ. സതീശൻ കരുതുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തു തന്നെയായിരുന്നാലും മോറൽ വിക്ടറി തനിക്കാണെന്ന് അദ്ദേഹം കരുതുന്നു. ജനപിന്തുണ തനിക്കാണ്, ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ചു കഴിഞ്ഞു, ഇനി ബാക്കി എന്തോ ആകട്ടെ എന്നൊരു ശാന്തതയായിരുന്നു അതെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും തരം വിലയിരുത്തലുണ്ടോ ഇക്കാര്യത്തിൽ? 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഹൈക്കമാൻഡും കൂടി എടുത്ത ഒരു വലിയ തീരുമാനമായിരുന്നു MP-മാർ മത്സരിക്കേണ്ട എന്നത്. അതിലൊരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ട്, രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. ഞാൻ പുട്ടിന് പേരിടുന്ന പോലെ ഇന്ന് ധാർമ്മികത എന്ന വാക്ക് കുറച്ചധികം ഉപയോഗിക്കും കേട്ടോ. കാരണം രാഷ്ട്രീയ ധാർമ്മികതയും മനുഷ്യന്മാരുടെ മോറൽ സ്ട്രെങ്ത്തും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം തന്നെ.
എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം മാറ്റിയിട്ട് MP ആയ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി ഇറക്കുന്നു. ഇവിടെ വാക്ക് മാറ്റിയത് രാഹുൽ ഗാന്ധിയാണ്, KC വേണുഗോപാലാണ്. ഇതാദ്യമായിട്ടൊന്നല്ല കോൺഗ്രസ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടിക്കരണം മറയുന്നത് മാധ്യമപ്രവർത്തകൻ സനിൽ P. തോമസ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എഴുതുന്നത് 1998 നജ്മ ഹെപ്തുള്ളയെ ചായ സൽക്കാര വേദിയിൽ സോണിയാഗാന്ധി പറഞ്ഞു ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റവരെ ഇനി രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന്. പക്ഷെ പിന്നീട് തോറ്റ PM സയ്യിദിനെയും ശിവരാജ് പാട്ടീലിനെയും മന്ത്രിയാക്കി. ഇതൊക്കെ കൂടിയാണ് ഈ കോൺഗ്രസ്. ഒരു വെള്ളിയാഴ്ചയില്ല, ഒരു വ്യവസ്ഥയില്ല, പ്രത്യയശാസ്ത്രമില്ല, ധാർമ്മികതയില്ല. അന്ന് MP-മാർ മത്സരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഈ ഇലക്ഷനിൽ കേരളത്തിൽ KC വേണുഗോപാൽ മത്സരിച്ചിരുന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ നടക്കുന്ന ഈ തോന്നിയാസങ്ങളെക്കാൾ എത്രയോ ഭേദമായിനെ. കാരണം മനുഷ്യര് എക്സ്പെക്ട് ചെയ്യുകയെങ്കിലും ചെയ്യും ഇയാൾ മുഖ്യമന്ത്രിയാകാൻ വരുന്നത്. അന്ന് K. സുധാകരനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി 4ാമതൊരാളായി മൂപ്പര് കൂടി നിൽക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വേണുഗോപാൽ ഷാഫിയുടെ അകമ്പടിയോടെ രംഗപ്രവേശം ചെയ്തു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓടി നടന്ന് പ്രചാരണം നടത്തിയ 2 പേരുടെ പേര് VD സതീശൻ എന്നും ഷാഫി പറമ്പിൽ എന്നുമാണ്. ജനങ്ങൾ കരുതിയത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ഈ ഷാഫി ഓടിപ്പാഞ്ഞ് നടക്കുന്നതെന്നാണ്. എന്നാൽ ഷാഫി ഓടിയത് മുഴുവൻ KC വേണുഗോപാലിന് വേണ്ടി ആയിരുന്നു എന്ന് അണികൾ പിന്നീട് ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ രാഹുലിനെ തള്ളിപ്പറഞ്ഞതും പെൺകുട്ടികളെ അനുകൂലിച്ചുകൊണ്ട് ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ ഇട്ട വ്യക്തി സാക്ഷാൽ KC വേണുഗോപാലിന്റെ ഭാര്യയാണ്. എന്നാൽ കനത്ത സൈബർ ആക്രമണത്തിനൊപ്പം ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ഷാഫിയും KCയും തമ്മിലുള്ള ഈ ഡീലുകളൊക്കെ അന്ന് മുതലേ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നിരുന്നുവെങ്കിൽ ഇന്നൊരു മന്ത്രിയാവേണ്ട ആളാണല്ലേ. എന്നാൽ ഷാഫിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആരോ മനഃപൂർവ്വം പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചതാകാം ഷാഫിയുടെ വടകര മത്സരം എന്നാണ് എന്റെ തോന്നൽ. എന്നാൽ ഷാഫി പറമ്പിലിനെ മലബാറിലെ മുസ്ലിങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഷാഫിയെ ഏത് വിധേനയും വിജയിപ്പിക്കുക എന്നത് മുസ്ലിം ലീഗ് അഭിമാന പ്രശ്നമായി തന്നെ എടുത്തു. അന്ന് മുതലാണ് ഷാഫി വലിയ ജനപിന്തുണയുള്ള നേതാവായി വളരുന്നത്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഏറ്റവും രസകരമായ കാര്യം എന്താണ്? രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ന് മുസ്ലിങ്ങളുടെ പിന്തുണ VD സതീശനാണ് കിട്ടിയിരിക്കുന്നത്, ഷാഫി പറമ്പിലിനല്ല. എന്താ കാര്യം? ഈഴവർ കൂടുതൽ വോട്ടർമാരായിട്ടുള്ള മണ്ഡലമാണ് പറവൂർ. എന്നിട്ടും വെള്ളാപ്പള്ളിയെ സതീശൻ വെല്ലുവിളിച്ചാണ് അവിടെ മത്സരിച്ചത്. ഷാഫി പറമ്പിൽ സ്വന്തം ഇമേജിന് കോട്ടം പറ്റുന്ന ഒന്നും പറയാറുമില്ല, ചെയ്യാറുമില്ല. സംഘപരിവാറിനെതിരെ, BJPക്കെതിരെ, അവരുടെ നയങ്ങൾക്കെതിരെ എന്നും അവർ കേരളത്തിൽ വിതയ്ക്കുന്ന വെറുപ്പിനെ കുറിച്ച്, അപരവൽക്കരണത്തെ കുറിച്ച് ഷാഫി സംസാരിക്കാറില്ല. മുസ്ലിം പേരുണ്ടായിട്ടും പെരുന്നാൾ കൂടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുസ്ലിം വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ സംഘപരിവാർ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ, അപരവൽക്കരിക്കാൻ 18 അടവും പയറ്റുന്ന ഈ ആസുര കാലത്തൊരാൾ എന്ത് നിലപാട് അതിനോടൊക്കെ എടുക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ആരും കാണുന്നില്ല എന്ന് കരുതരുത്. ഷാഫി പറമ്പിൽ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾക്കപ്പുറം ഇന്നേ വരെ ഒരു ശക്തമായ BJP വിരുദ്ധ സ്റ്റേറ്റ്മെന്റോ ദൈനംദിനം ഇവിടെ നടക്കുന്ന അപരവൽക്കരണത്തിനും വിദ്വേഷ പ്രചാരണത്തിനുമെതിരെ എന്തെങ്കിലും പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പാലക്കാട്ടെ കാര്യം നോക്കൂ. BJP ഭരിക്കുന്ന നഗരസഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 കൊല്ലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഷാഫി സ്ട്രോങ് ആയ ഒരു അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു പാലക്കാട് ഷാഫി ജയിക്കുന്നത് സംഘികളുടെ കൂടി വോട്ട് വാങ്ങിയിട്ടാണ്. ഷാഫിയുടെ ഫേസ്ബുക്കിൽ ഷാഫി എഴുതുന്നതൊക്കെ പിണറായി വിരുദ്ധത മാത്രമാണ്, ഇടതുവിരുദ്ധത. അതിലൊക്കെ സംഘികളും കൂടി ലൈക്ക് അടിച്ചിട്ടായിരിക്കും ഇത്രയും ലൈക്കൊക്കെ കിട്ടുന്നത്. ഒരു വിശാല പ്ലാറ്റ്ഫോമാണത്, പിണറായി വിരുദ്ധ പ്ലാറ്റ്ഫോം. അതൊക്കെ നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയായിരിക്കും ഷാഫി പരസ്യമായി സംഘികളെ ഒന്നും പറയാത്തെന്നാണ് എന്റെ വിചാരം. പിണറായി വിരുദ്ധത എന്ന വലിയ കുടക്കീഴിൽ നിൽക്കുന്നതാണ് സൗകര്യം. അപ്പൊ മുള്ള മുറുക്ക് കാഞ്ഞിരക്കുറ്റി സംഘി വരെ അപ്പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യും. സംഘപരിവാർ വിരുദ്ധത മുഖമുദ്രയാക്കിയാൽ ഒരുപാട് നഷ്ടം വരും. ചിലപ്പോൾ പാലക്കാട് ഷാഫിക്ക് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം പറഞ്ഞു വന്നത്. സേഫ് സോണിൽ നിൽക്കുന്ന ഷാഫി ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. ഷാഫിയുടെ രാഷ്ട്രീയ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. മോറൽ സ്ട്രെങ്ത് എത്രയുണ്ട് ഷാഫി? രാഹുൽ ഗാന്ധിയുടെ പങ്കിലേക്ക് തിരിച്ചു വന്നാൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയും ഇടംവങ്കയും നിഴലുമാണ് KC. അതിന് ഗുണവും ദോഷവും ഉണ്ടാകാം. പാർലമെന്റിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ BJPക്കാർ അലറുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്ത് പ്രസംഗം തടസ്സപ്പെടുത്താൻ നോക്കും. അപ്പോഴൊക്കെ തള്ളക്കോഴി കുഞ്ഞിക്കോഴിയെ പൊതിഞ്ഞു പിടിക്കുന്ന പോലെ KC വേണുഗോപാലിനെ രാഹുലിന്റെ പിറകിൽ ഇങ്ങനെ കാണാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട KCയുടെ ദൃശ്യം ഓർമ്മയിൽ അതാണ് എനിക്ക്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, രാഹുലിനെ KC കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ രാഹുലിനെ അനുഭവിക്കാൻ കഴിയാതെ പോയൊരു പിതാവിന്റെ വാത്സല്യവും സ്നേഹവും കരുതലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നും. എന്നാൽ അതിന് ദോഷമുണ്ട്. KC പറഞ്ഞു കൊടുക്കുന്നതാണ് രാഹുലിന്റെ കാഴ്ചയിലെ കേരളം, ഇവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നിട്ട് സ്വർണം കട്ടത് ആരപ്പ എന്ന് ഇന്ത്യ മുന്നണിയുടെ ലീഡർ കേരളത്തിൽ പാട്ട് പാടുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, VD സതീശിന് വേണ്ടി നടന്ന പ്രകടനങ്ങളും പ്രതിഷേധ റാലികളും ഫ്ലക്സ് വെക്കലും ആസൂത്രിതമായിരുന്നു എന്ന് രാഹുൽ കരുതുന്നത് എങ്ങനെയാ? KC പറഞ്ഞിട്ടല്ലേ
ജനവികാരം അളക്കാൻ അളവുകോലില്ലത്രേ. ഇവിടെ ആകെ അളക്കാൻ പറ്റുന്നത് രേഖപ്പെടുത്തിയ വോട്ട് മാത്രമാണെന്ന്. ആ കൂടുതൽ വോട്ട് കിട്ടിയവരാണ് UDF MLA മാരെന്ന്. അവരുടെ പിന്തുണ KCക്ക് ആയതുകൊണ്ട് ജനവികാരം KCക്ക് അനുകൂലമാണെന്ന്. ഈ ന്യായം എങ്ങനെയുണ്ട്? ജനവികാരമൊക്കെ കൃത്രിമമാണത്രേ. അടിപൊളിയായിട്ടില്ലേ ഈ ന്യായം? രാഹുലിന്റെ കൂടെ ഇരുന്ന് MLA മാരെ തീരുമാനിക്കുന്നത് KC. പാർട്ടി ഫണ്ട് MLA മാരായി മത്സരിക്കുന്നവർക്ക് കൊടുക്കുന്നത് KC. അപ്പോഴേ പറയും എന്നെ പിന്തുണക്കണം, ഞാൻ മത്സരിക്കുന്നത്. ജയിച്ചു വന്നവർ KCയെ പിന്തുണയ്ക്കുന്നു. അതാണത്രേ ജനവികാരം എന്ന് പറയുന്നത്. മറ്റേ റോഡിലിറങ്ങിയ ആളുകൾ കാണിക്കുന്നതൊക്കെ വേറെ എന്തോ കൃത്രിമാണത്രേ. ഇജാതി ന്യായീകരണം. ജനങ്ങൾ വോട്ട് ചെയ്ത് പിണറായിയെ താഴെ ഇറക്കാൻ നാട് നീളെ പാഞ്ഞു നടക്കുന്ന സതീശിനെ മുഖ്യമന്ത്രിയാക്കുക. ഇത് രണ്ടിനുമാണ്. എന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത KCക്കാണ് ജനപിന്തുണ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ആളുകൾ പരിഹസിച്ചിരിക്കും. ഇത് നോക്ക്, എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഇന്നലെ ഞാൻ എന്താണ് ട്രെൻഡ് എന്നറിയാൻ ഒരു പോൾ ഇട്ടതാ. 77K ആളുകളാണ് ഇതിൽ വോട്ട് ചെയ്തത്. ആദ്യം മുതൽ തന്നെ ട്രെൻഡ് എന്ന് പറയുന്നത് 90, 89, 10, 11 KC എന്ന നിലയിലായിരുന്നു. ഇങ്ങനെയല്ലേ പ്രീ പോളും പോസ്റ്റ് പോളും ഒക്കെ നടന്ന് ഇത്രയും പാർട്ടിസിപ്പേഷൻ പോരെ? ആ റിസൾട്ടാണിത്. ഇതാണ് ജനവികാരം. ജനവികാരം അളക്കാൻ മാർഗമില്ല എന്ന് പറയരുത്. ഇഷ്ടംപോലെ മാർഗമുണ്ട്. അതെങ്ങനെ അളന്നാലും VD സതീശന് അനുകൂലമായ ഒരു കാറ്റായിട്ട് ആഞ്ഞടിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധി എങ്ങനെ VD സതീശനെ കൈവിട്ടു എന്നതാണ്. മൂപ്പർക്ക് KC വേണുഗോപാലിനെ മടുത്തു. സച്ചിൻ പൈലറ്റിനെ ഡൽഹിയിൽ കൊണ്ടുവന്ന് വലം കൈയാക്കണം, അതിന് KCയെ ഒഴിവാക്കണം. നൈസായി കേരളത്തിലേക്ക് തട്ടാണ്. രാഹുലും പ്രിയങ്കയും ദുരിതകാലത്ത് അഭയം തേടി വന്ന അതേ നാട്ടിലേക്ക് KCയെ വേണുഗോപാലിനെ കയറ്റി അയക്കുന്നു. ഇന്ത്യയിൽ മൊത്തം കോൺഗ്രസ് തകർന്നു കഴിഞ്ഞു. കേരളത്തിലാണ് ഒരു സ്ട്രോങ് ബേസ് ഉള്ളത്. അതും ഈ തീരുമാനം വഴി രാഹുൽ ഗാന്ധി തകർക്കുകയാണ്. ജനങ്ങളാണ് പ്രധാനമെന്ന് രാഹുലിന് ഇനിയും മനസ്സിലായിട്ടില്ല. ഇത്രയും തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടും നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കൂ. തോറ്റു നിൽക്കുന്ന കോൺഗ്രസിനെയാണ് സ്റ്റാലിൻ കൂടെ കൂട്ടിയത്, സീറ്റ് കൊടുത്തത്. DMK കൂടി അവർക്ക് വോട്ട് ചെയ്ത്. എന്നിട്ട് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് 5 സീറ്റ്. അതിലുപരി ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് DMKയും സ്റ്റാലിനും കനിമൊഴിയും ഒക്കെ. പാർലമെന്റിൽ തോളോട് തോൾ ചേർന്ന് നിന്നാണ് മോദിക്കെതിരെ അവർ പോരാടുന്നത്. എന്നിട്ടും രാഹുൽ ഗാന്ധി, സ്റ്റാലിനും DMKയും തമിഴ്നാട്ടിൽ തോറ്റപ്പോ യാതൊരു രാഷ്ട്രീയ മര്യാദ കാണിക്കാതെ, ധാർമ്മികതയില്ലാതെ, എന്ത് മോറൽ ഗ്രൗണ്ടിൽ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല, സ്റ്റാലിനെ പോയി കണ്ടൊരു യാത്ര പറയാതെ വിജയ്ക്കൊപ്പം പോയി, നന്ദിയില്ലാതെ. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും അശ്ലീല ദൃശ്യം എന്തായിരുന്നെന്നറിയാമോ? വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കുമ്മനടിച്ച രാഹുൽ ഗാന്ധിയുടെ ദൃശ്യം. വെറും 5 സീറ്റുള്ള രാഹുൽ ഗാന്ധി, DMKക്കൊപ്പം മത്സരിച്ച് നേടിയ വെറും 5 സീറ്റുള്ള രാഹുൽ ഗാന്ധി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് വിജയിച്ച ആളെ പോലെ നിൽക്കുകയാണ്. ആളുകളെ നോക്കി കൈവീശുന്നത് എന്തിനാ? രാഹുൽ ഗാന്ധിക്ക് എന്ത് അർഹതയുണ്ട് ആ സ്റ്റേജിൽ നിന്ന് അത്രയും വലിയ പട്ടിഷോ കാണിക്കാൻ? കോൺഗ്രസ് തോറ്റു നിന്നപ്പോ ഒപ്പം നിന്ന ആളാണ് സ്റ്റാലിനും DMKയും. അവരോടാണ് രാഹുൽ രാഷ്ട്രീയ ധാർമ്മികത കാണിക്കാത്തത്. രാഹുൽ മുൻപേ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ രാഹുലിനെ എനിക്ക് ഇഷ്ടമല്ല. ആസാമിൽ തോറ്റു, പോണ്ടിച്ചേരി തോറ്റു, വെസ്റ്റ് ബംഗാളിൽ തോറ്റു, വെസ്റ്റ് ബംഗാളിൽ മമത തോറ്റു. മമതയോട് കോൺഗ്രസിന് പല പ്രശ്നങ്ങളുണ്ടാകും, CPM-നും പല പ്രശ്നം കാണും. എന്നാൽ മോദിക്കെതിരെ പോരാട്ടുന്ന ഒരു ധീര നേതാവായിരുന്നു മമത. ആ മമത പോയി അവിടെ BJP വന്നാൽ രാഹുലിന് വേദനയില്ല. 5 ഇലക്ഷൻ നടന്നതിൽ തമിഴ്നാട്, ബംഗാൾ, കേരളം എന്നിവിടങ്ങളിൽ BJP വിരുദ്ധ സർക്കാരാണ് വീണുപോയത്. BJP വിരുദ്ധ പ്രമുഖ മുഖ്യമന്ത്രിമാർ, അവർ 3 പേരും തോറ്റു. എന്നിട്ട് കേരളത്തിൽ രാഹുലും KCയും ഇറങ്ങി കലാപം ഉണ്ടാക്കുക. തമിഴ്നാട്ടിൽ സ്റ്റാലിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് പോഴുന്നു. കനിമൊഴി പാർലമെന്റിൽ ഇനി കോൺഗ്രസിനൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി തകർന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത് തകർത്തു. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിച്ച, പിന്തുണച്ച ആളാണ് സ്റ്റാലിനും അവരുടെ പാർട്ടി DMKയും. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ ഒഴിവാക്കി ഗെലോട്ട്, മധ്യപ്രദേശിൽ കമൽനാഥിനെ ആക്കി, ജ്യോതിരാദിത്യ സിന്ധ്യയെ ഒഴിവാക്കി. ഈ 2 സ്റ്റേറ്റും എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ ചവിട്ടിക്കൂട്ടി ചെന്നി എന്ന് പറഞ്ഞ ഒരുത്തനെ പഞ്ചാബ് കയ്യിൽ നിന്ന് പോയി. അസമിൽ ഹിമാന്ത ബിശ്വാസ് ശർമ്മയെ അഭിപ്രായ വ്യത്യാസം കാരണം പോയി. അദ്ദേഹത്തെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചില്ല. ആസാം എന്നേക്കുമായി പോയി. എവിടെയൊക്കെ രാഹുൽ ഗാന്ധി ഇതുപോലെ ഹൈക്കമാൻഡ് കളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സംസ്ഥാനം തന്നെ കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാം നോക്കിയാൽ. അതിൽ നിന്നൊന്നും ഒരു പാഠവും പഠിക്കാതെ ഇപ്പോൾ കേരളത്തിൽ ഹൈക്കമാൻഡ് കളിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ കേജ്രിവാൾ പോയി, BJP വന്നു. എല്ലായിടത്തും ഇന്ത്യയിലുടനീളം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത പോലെ തകർന്നുകൊണ്ടിരിക്കുന്നു, ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിന് അതൊന്നും പ്രശ്നമല്ല. ഫാസിസത്തിനെതിരായ പോരാട്ടം ഇവർ അവസാനിപ്പിച്ചോ? എന്താ ഡൽഹിയിൽ നിന്ന് പെട്ടിയും കിടക്കി എടുത്ത് KC വേണുഗോപാൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് പോയിരുന്നത്? എന്താ അവസാനിച്ചോ ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ രാഹുലിന്റെ മാസ്റ്റർ പ്ലാൻ ആണ്, വേറെ ആരുമല്ല പ്രതി. രാഹുൽ ഗാന്ധിയാണ് VD സതീശന് പണി കൊടുത്തത്. അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല, ഇതാണ് സത്യം. അതിനാൽ KC വേണുഗോപാലിനെയും ഷാഫി പറമ്പിലിനെയും വിളിക്കുന്ന തെറി രാഹുൽ ഗാന്ധിക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണെന്നറിയോ?
സതീശന് പിഴച്ചത് എവിടെയാ? പൊളിറ്റിക്കൽ ഡിപ്ലോമസി ഇല്ലാതെ പോയി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഇലക്ഷൻ ജയിച്ചിട്ട് കാര്യമില്ല. പെട്ടി പിടിക്കാനും മണിയടിക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും സമുദായ നേതാക്കളെ ഒപ്പം നിർത്താനും കൂടി അറിയാം.